ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമുക്കിന്നൊരു ഡെസ്ക് മേക്ക് ഓവർ ആയാലോ. അപ്പോൾ നമ്മുടെ ഡെസ്കിൻ്റെ ഒരു ആദ്യത്തെ ഔട്ട്ലുക്ക് ഇങ്ങനെയാണ്. ഇതിൽ ഞാനൊരു വാൾ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്. അത് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല, അത് റെക്കോർഡായില്ലായിരുന്നു. അതിനുശേഷം നമ്മളിവിടെ മീഷോയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ലൈറ്റ്സ് വെച്ചാണ് ഇത് ഡെക്കറേറ്റ് ചെയ്യാൻ പോകുന്നത്. ഈ ലൈറ്റ്സ് സ്റ്റിക്ക് ചെയ്യാനായിട്ട് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഡബിൾ സൈഡ് ടേപ്പാണ്. ഇത് നമ്മൾ മീഷോയിൽ നിന്നാണ് വാങ്ങിയിരിക്കുന്നത്. ഈ ടേപ്പ് ഒട്ടിച്ചു കഴിഞ്ഞാൽ വലിയ ബലം കാണും എന്ന് വിചാരിക്കുന്നില്ല, പക്ഷേ കുഴപ്പമില്ല, നിൽക്കും. അടുത്ത ഈ ഒരു പ്ലഗിൻ്റെ ലൈറ്റിൻ്റെ ആ ഒരു ലൈറ്റ് തുടങ്ങുന്ന പോർഷൻ വെച്ചിട്ടാണ് നമ്മൾ ഈ ടേപ്പ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. അതായത് ലൈറ്റ് എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ തൊട്ടായിരിക്കും സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് ഓരോ എഡ്ജസിലായിട്ടാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇത് വലിയൊരു ബലം കാണുമെന്ന് വെച്ചാൽ ഇല്ല. ഞാൻ ഇതിന് ശേഷം ഇതിൻ്റെ മേളിൽ കൂടെ മാസ്കിങ് ടേപ്പും കൂടെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്, അതിൻ്റെ ഒരു ബലത്തിന് വേണ്ടിയിട്ട്. അടുത്ത് ഇത് ഓരോ കോർണേഴ്സിലായിട്ട് നമ്മൾ നല്ല കട്ടിക്ക് തന്നെ ഒട്ടിച്ചു കൊടുക്കും. കുറച്ച് വലിയ വീതിയിലും അളവിലും എടുത്താലും കുഴപ്പമില്ല. മാസ്കിങ് ടേപ്പിന് പകരമായിട്ട് നമുക്കല്ലാതെ പിൻസ് കിട്ടും. ആ പിൻസ് വെച്ചിട്ടായാലും നമുക്കിത് ചെയ്യാൻ പറ്റും. അപ്പോഴത്തേക്ക് ലൈറ്റ്സ് നമുക്ക് പിൻസിൽ കൂടെ ഇങ്ങനെ കറക്കി എടുത്ത് ജോയിൻ ചെയ്ത് കൊണ്ടുപോയാൽ മതി. ഇത് വലിയ ബലമൊന്നുമല്ല ഈ ഒരു ഇത്. കാരണം ഞാനിത് ഫസ്റ്റ് ടൈം ഞാൻ ചെയ്ത സമയത്ത് ഈ ഒരു ഡബിൾ സൈഡ് ടേപ്പ് വെച്ചാണ് ഒട്ടിച്ചത്. പക്ഷേ ആ ഡബിൾ സൈഡ് ടേപ്പ് മാത്രമായിരുന്നു ഒട്ടിച്ചത്. നെക്സ്റ്റ് ഡേ ആയപ്പോഴത്തേക്ക് ഇതെല്ലാം കൂടെ മറിഞ്ഞ് വീണ് കിടന്നു. അപ്പോൾ അതിനുശേഷമാണ് ഞാൻ അതിൻ്റെ ഒരു പ്രൊട്ടക്ഷനും ആ ഒരു ബലത്തിനും വേണ്ടി ഞാൻ ഈ മാസ്കിൻ ടേപ്പ് ഇതിൻ്റെ വീതിയൊക്കെ ഒട്ടിച്ചു കൊടുത്തത്. പക്ഷേ ടിൽ നൗ അത് നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. വേറെ പ്രശ്നങ്ങളോ ഒരു കുഴപ്പവും ഇല്ല. ഞാൻ ഈ ഡബിൾ സൈഡ് ടേപ്പ് ഒട്ടിച്ച് കൊടുക്കുന്നതിനൊരു റീസൺ ഉണ്ട്. അത് നിങ്ങൾക്ക് വീഡിയോ ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും മനസ്സിലാവും എന്തുകൊണ്ടാണ് ഡബിൾ സൈഡ് ടേപ്പ് വെച്ച് ഈ ഒരു ലൈറ്റ്സ് ഫിക്സ് ചെയ്ത് കൊടുത്തതെന്നും. നമ്മളിനി ഇത് ബാക്കി ഈ വോളിൽ കൂടി നമ്മൾ ഈ വോൾ എത്ര പോർഷനിലാണോ നമ്മൾ ഈ ഒരു വാൾ സ്റ്റിക്കർ ഒട്ടിച്ചു കൊടുത്തത് ആ പോർഷൻ ഫുള്ളായിട്ടും വെർട്ടിക്കലിയും ഹൊറിസോണ്ടലിയും ഈ ലൈറ്റ്സ് നമ്മൾ ഫിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളൊരു ബിഗിനറാണ്, നിങ്ങൾക്ക് ക്രാഫ്റ്റ് ചെയ്യാൻ ഇഷ്ടമാണ്, അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് വേണമെന്നാണെങ്കിൽ നിങ്ങൾക്ക് ഈ വഴി ചൂസ് ചെയ്യാമെന്നുള്ളതാണ്. ഇത് വളരെ അഫോർഡബിൾ റേഞ്ചിലാണ് ഞാൻ ഇതൊക്കെ വാങ്ങിച്ചിരിക്കുന്നത്. ഇതെല്ലാം മീഷോയിൽ നിന്നാണ്. ഇതിൻ്റെ ഒരു ലാസ്റ്റത്തെ ഔട്ട്ലുക്ക് ഇങ്ങനെയാണ്. ഇത്രയും പോർഷനിലാണ് ഞാൻ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. ഇനി ഞാൻ വീഡിയോയുടെ തുടക്കം പറഞ്ഞതുപോലെ ഡബിൾ സൈഡ് ടേപ്പ് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു വോൾ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാനാണ്. കാരണം നമുക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടി മാത്രമാണ്. അതിനായിട്ട് നമ്മൾ കുറച്ച് ഫ്ലവേഴ്സാണ് യൂസ് ചെയ്യുന്നത്. എൻ്റെ കയ്യിൽ ഓൾറെഡി 3 ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു. ബാക്കി കാണിക്കുന്നതൊക്കെ ഞാൻ ഈ ഒരു ഡെസ്ക് മേക്ക് ഓവറിന് ആയിട്ട് ഞാൻ ഉണ്ടാക്കിയതാണ്. എങ്ങനെയാണ് ഇതിൻ്റെ മേക്കിംഗ് പ്രോസസ്സ് എന്നുള്ളത് ഞാൻ വീഡിയോ ആയിട്ട് എൻ്റെ ചാനലിൽ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്തവരൊന്ന് കണ്ടു നോക്കുക. ഞാനിവിടെ ഡബിൾ സൈഡ് ടേപ്പ് ഈ ഒരു വോളിൽ സ്റ്റിക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും ഞാൻ ജസ്റ്റ് ഒരു പ്രൊട്ടക്ഷന് വേണ്ടി ഞാൻ ആ ഫ്ലവേഴ്സിൻ്റെ ബാക്ക് സൈഡിലും കൂടെ ആയിട്ട് ആ ടേപ്പ് ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് മെയിനായിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു മാസ്കിൻ ടേപ്പ് ഇരിക്കുന്ന സൈഡിൽ ആ ഒരു ടേപ്പ് നമുക്ക് വിസിബിളാണ്. അപ്പോൾ അത് വിസിബിൾ ആവാതിരിക്കാൻ വേണ്ടി ആ വിസിബിൾ ആയിട്ടുള്ള പോർഷൻസിലാണ് നമ്മൾ ഈ ഒരു ഫ്ലവേഴ്സ് എല്ലാം ഫിക്സ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു അൺഈവനായിട്ടുള്ള ആ ഒരു ലുക്ക് മാറിക്കിട്ടും. അതുകൊണ്ടാണ് ഫിക്സ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും പിക്ചേഴ്സോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വാളിൽ ജസ്റ്റ് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഫിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇത് മെയിൻലി ലൈറ്റൊക്കെ ഓഫ് ചെയ്യുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ. നിങ്ങൾക്കിപ്പോൾ ഒരു ക്രാഫ്റ്റ് പർപ്പസിന് അല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ജസ്റ്റ് നിങ്ങളുടെ റൂമൊക്കെ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ വളരെ അഫോർഡബിൾ റേഞ്ചിൽ തന്നെ നിങ്ങൾക്ക് ഡെക്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. ലൈറ്റ്സ് ഒക്കെ ഓഫ് ചെയ്യുമ്പം നല്ല ഭംഗിയാണ് കാണാനായിട്ട്. നെക്സ്റ്റ് നമ്മൾ കുറച്ച് ടേബിൾ ഡെക്കറേറ്റ് ചെയ്യുന്ന പരിപാടിയിലേക്കാണ് പോകുന്നത്. അതിനായിട്ട് ഞാനിവിടെ ഒരു ഗ്ലാസ് ബോട്ടിലിൽ ഫെയറി ലൈറ്റ് ഇൻസേർട്ട് ചെയ്തിട്ട് വെക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു പെൻ ഹോൾഡറാണ്. ഇതിൻ്റെ മേക്കിങ്ങും കാര്യങ്ങളൊക്കെ ഞാൻ ചാനലിൽ ലോങ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ കയറി കാണുക. അത് കഴിഞ്ഞിട്ട് ഒരു ബുദ്ധനെയാണ് നമ്മൾ വെക്കുന്നത്. ഇപ്പം നിങ്ങളിൽ എന്ത് ഐറ്റംസ് ആയാലും നിങ്ങൾക്ക് വെക്കാം. നിങ്ങൾക്കിപ്പം നിങ്ങളുടെ ടേബിൾ ഒന്ന് നല്ല രീതിയിൽ ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എന്ത് ഐറ്റംസ് കിട്ടിയാലും നിങ്ങൾക്ക് വെക്കാൻ പറ്റും. ഈ ഒരു ക്യാറ്റിൻ്റെ ഡെക്കോർ എല്ലാം ചെയ്തതിൻ്റെ ഷോർട്ട് വീഡിയോ എൻ്റെ ചാനൽ അപ്ലോഡഡ് ആണ്. ടാഗ് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മൾ ടേബിളിൽ ഒരു ഫൈനൽ ഔട്ട്ലുക്ക് എന്ന് പറയുന്നത്. ക്രാഫ്റ്റിനായിട്ടുള്ള ഐറ്റംസ് എല്ലാം ഞാനൊരു ടേബിളിൻ്റെ സൈഡിൽ വെച്ചിട്ടുണ്ട്. അതായത് പെട്ടെന്ന് എടുക്കാനും വെക്കാനും എളുപ്പത്തിനായിട്ട്. ഇനി നമുക്ക് ഈ ലൈറ്റ്സ് എല്ലാം ഓഫ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഒരു ലുക്ക് എങ്ങനെയാണെന്ന് കണ്ടിട്ട് വരാം.
അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള എന്തെങ്കിലും ഐഡിയാസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ എന്നെ അറിയിക്കേണ്ടതാണ്. അപ്പോൾ ടിൽ നൗ ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.